ध्यायेद्विस्तृतफालदीप्तवदनं गौरोज्ज्वलश्मश्रुकम् ध्यायेद्विस्तृतफालदीप्तवदनं गौरोज्ज्वलश्मश्रुकम् कारुण्यामृतपूरिताब्जनयनं श्वेताम्बरं श्रीकरम् कारुण्यामृतपूरिताब्जनयनं श्वेताम्बरं श्रीकरम् चिन्मुद्राङ्कितदीर्घबाहुयुगलं पद्मासनस्थं गुरुम् चिन्मुद्राङ्कितदीर्घबाहुयुगलं पद्मासनस्थं गुरुम् श्रीभट्टारकतीर्थपादममलं विद्याधिराजं मुनिम् श्रीभट्टारकतीर्थपादममलं വിദ്യാധിരാജം മുനിം. നമസ്കാരം. എൻ്റെ കൂട്ടുകാരായ ഉറുമ്പിൻ കൂട്ടത്തിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഒരു പഴയ സ്നേഹിതനോട് ചോദിക്കുന്ന ചട്ടമ്പി സ്വാമികളുടെ മിഴിവാർന്ന ചിത്രം കണ്ടപ്പോഴാണ് വെറുമൊരു സന്യാസി എന്ന മുൻധാരണയിൽ നിന്നും വിദ്യാധിരാജനായ ഒരു മഹാജ്ഞാനിയുടെ സമഭാവന ദാർശനികതയെക്കുറിച്ച് എനിക്ക് വെളിപാടുണ്ടായത്. പഴകിപ്പറഞ്ഞ മതേതരത്വവും വ്യതിരിക്തതയിൽ ഊറിക്കിടക്കുന്ന ഏകഭാവ സിദ്ധാന്തവുമൊക്കെ മഹാന്മാരുടെ അലങ്കാര ചിഹ്നങ്ങളായി വാഴ്ത്തപ്പെടുന്നതിൽ അതിശയം നഷ്ടപ്പെട്ടു പോയ ഈ സത്യാനന്തര കാലത്ത് ഒരു മഹാസാത്വികൻ വർഷങ്ങൾക്ക് മുമ്പ് ഭക്ഷണം കഴിക്കുമ്പോൾ ഉപദ്രവം മാത്രം തീർക്കുന്ന സമീപസ്ഥരായ ഉറുമ്പുകളുടെ ക്ഷേമമന്വേഷിക്കുന്നത് പ്രപഞ്ചം മനുഷ്യകേന്ദ്രീകൃതമല്ല, അല്ലെങ്കിൽ അങ്ങനെ ആയിക്കൂടാ എന്ന പുതിയ ദാർശനികതയുടെ പ്രഖ്യാപനമായി ബോധ്യപ്പെട്ടു. ചട്ടമ്പി സ്വാമികളുടെ സമഭാവനാ ദർശനം ഉടലെടുത്തിരിക്കുന്നത് ആത്മം തന്നെയാണ് ബ്രഹ്മം എന്ന വേദാന്ത ബോധ്യത്തിൽ നിന്നാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. എല്ലാ നിലനിൽക്കുന്ന ജീവനുകളും ഒന്നാണെന്നും ഓരോ മനുഷ്യനിലും ദൈവത്തിൻ്റെ ചൈതന്യം ഊറിക്കിടക്കുന്നു എന്നുമുള്ള സനാതന ബോധം. ബ്രാഹ്മണനായ വാസുദേവ ശർമ്മയുടെയും ഉള്ളൂർക്കോട്ട് തറവാട്ടംഗം നങ്കാദേവിയുടെയും മൂത്ത പുത്രനായി ജനിച്ച അയ്യപ്പന് ചരിത്രം ഒരുക്കി വെച്ചത് സർവജ്ഞപീഠം കരസ്ഥമാക്കിയ ഭാരതീയ വേദാന്ത പരിസരങ്ങളെ തൻ്റെയും തുടർന്നു വരുന്ന തലമുറയെയും പരിചയപ്പെടുത്തി കൊടുക്കുക എന്നതും പ്രസ്തുത പരിസരങ്ങളിൽ തത്തിക്കളിക്കുന്ന സമസൃഷ്ടി, സമഭാവന, സമജീവിത സൗന്ദര്യത്തിൽ ചാലിച്ച ദാർശനികതയെ മുഴു ലോകത്തിനുമായി വ്യാഖ്യാനിക്കുക എന്നതുമായിരുന്നു. വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികൾ, മഹാത്മാ അയ്യങ്കാളി, ശ്രീനാരായണ ഗുരു, വാഗ്ഭടാനന്ദ സ്വാമികൾ എന്നീ വിളക്കുമരങ്ങളിലൂടെയാണ് ആധുനിക കേരളീയ നവോത്ഥാനത്തിൻ്റെ നൗകസഞ്ചാരം ആരംഭിക്കുന്നത്. ഈ സൂര്യപ്രഭാവങ്ങൾ വേദങ്ങളെയും ഉപനിഷത്തുക്കളെയും ജനകീയമായ രീതിയിൽ വ്യാഖ്യാനിക്കാനുള്ള ശക്തി ആർജിച്ചും അവ സാധാരണക്കാരുടെ ഇടയിൽ പ്രസരിപ്പിച്ചും നിലനിന്നിരുന്ന സാമൂഹ്യ വ്യവസ്ഥിതികൾക്കെതിരെ കലഹിച്ചും കൊണ്ടാണ് നവോത്ഥാനം ഇവിടെ സാധ്യമാക്കിയത്. ഹിന്ദുമത സംഹിതകൾ ആത്യന്തികമായി ഏവർക്കും മോക്ഷപ്രാപ്തി നൽകുന്ന മന്ത്രധ്വനികൾ കൊണ്ട് മനോഹരമാണ്. ഇവർ പലതരത്തിലുള്ള പുനർവ്യാഖ്യാനങ്ങളും ഇത്തരത്തിൽ നടത്തി സ്ഥാപിച്ചെടുത്തു. സമൂഹത്തിൻ്റെ ഉന്നത ശ്രേണിയിൽ വിരാജിച്ചിരുന്ന ബ്രാഹ്മണിക് പൗരോഹിത്യ അധികാര കുത്തകകളെ സാംസ്കാരികവും ആധ്യാത്മികവുമായ അറിവുകളുടെ കണ്ടെത്തലുകളിലൂടെ വെല്ലുവിളിക്കുക എന്നതായിരുന്നു ഈ നാൽവർ സംഘത്തിലെ കുഞ്ഞൻ എന്ന് വിളിക്കപ്പെട്ടിരുന്ന ചട്ടമ്പി സ്വാമികളുടെ പ്രാഥമിക ദൗത്യം. വേദാധികാര നിരൂപണം എന്ന അദ്ദേഹത്തിൻ്റെ പ്രോജ്വല രചനയിലുടനീളം ഈ വെല്ലുവിളികൾ നിറഞ്ഞു കാണാവുന്നതാണ്.
ഏറെ ചെറുപ്പത്തിലെ തന്നെ ചുറ്റുപാടും നിലനിന്നിരുന്ന ജാതീയമായ വേർതിരിവുകൾ കണ്ട് സ്വാമികൾ ദുഃഖിതനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേട്ട ഗുരുകുല കാലത്തെ രാത്രികാലങ്ങളിലെ അപ്രത്യക്ഷമാകൽ അത് തെളിയിക്കുന്നു. പ്രസ്തുത അപ്രത്യക്ഷമാകലിനെ തുടർന്ന് രാത്രികാലങ്ങളിൽ കുഞ്ഞൻ എന്ന ചട്ടമ്പി എവിടെയാണ് എന്നന്വേഷിച്ച ഗുരുവും കൂട്ടരും അദ്ദേഹത്തെ കണ്ടെത്തുന്നത് തൊട്ടടുത്തുള്ള ഉപേക്ഷിക്കപ്പെട്ട രീതിയിലുള്ള ഒരു തകർന്ന കാളീക്ഷേത്രത്തിലായിരുന്നു. താൻ അനുഭവിക്കുന്ന ഖിന്നത ജാതീയമായ വിഭാഗീയതയുടെ ബഹിർസ്ഫുരണങ്ങളാണ് എന്ന് അദ്ദേഹം അവിടെ വെച്ച് കുറ്റസമ്മതം നടത്തുന്നുണ്ട്. കുട്ടികളോടൊത്ത് കളിയും ചിരിയുമായി സമയം ചിലവഴിക്കുന്നതിനിടയിൽ സമുദായത്തിലെ ഉന്നത ശ്രേണിയിലുള്ള അതിഥികൾ സന്ദർശനത്തിനെത്തിയാൽ കുഞ്ഞുങ്ങളുമായുള്ള സമയം തടസ്സപ്പെടുന്നത് ഒഴിവാക്കുന്നതിനായി അവരെ കാത്തിരിക്കാൻ നിർബന്ധിക്കുമായിരുന്ന ഒരു കരുതൽ എന്നും കൂടെ കൂട്ടി ജീവിച്ചിരുന്ന ഒരു മഹാമനുഷ്യസ്നേഹിയായ സ്വാമികൾ പിന്നീട് അടയാളപ്പെടുത്തിയത് മുഴുവനും സമഭാവനയുടെ ദീപ്ത ചിത്രങ്ങൾ മാത്രമായിരുന്നു. നിരവധി സംഗീതോപകരണങ്ങൾ ഏറെ തന്മയത്വത്തോടെ വായിക്കാനും കൈകാര്യം ചെയ്യാനും അറിയാമായിരുന്ന മികച്ചൊരു കലാകാരനെ അല്ലെങ്കിൽ തന്നെ ഏതെങ്കിലും ഒരു പ്രത്യേക ചട്ടക്കൂട്ടിൽ മാത്രമായി എങ്ങനെയാണ് നാം ഒതുക്കി നിർത്തുക? സമഭാവന എന്ന പദം പലപ്പോഴും മതേതരത്വം അല്ലെങ്കിൽ മതസഹിഷ്ണുത എന്ന ഇടത്തിൽ മാത്രം ചുരുക്കപ്പെട്ടു പോകുന്ന ഒരു പ്രതിഭാസം ഇന്ന് നിലവിലുണ്ട്. ജീവിതം തന്നെ ഒരാശയം അല്ലെങ്കിൽ ഭാവനയുടെ അനുകരണമാണ് എന്ന മട്ടിലുള്ള പ്ലേറ്റോയുടേതടക്കമുള്ള പാശ്ചാത്യ സിദ്ധാന്തങ്ങളെ സ്വാംശീകരിച്ചുകൊണ്ട് വിശദമായൊരു അന്വേഷണത്തിന് മുതിരുന്ന ആർക്കും സമഭാവന എന്ന സംജ്ഞയെ പ്രപഞ്ചത്തിലെ എണ്ണമറ്റ ജീവജാലങ്ങളെ ഒരേ ചരടിൽ കോർക്കാനുള്ള സാധ്യതയായിട്ടാണ് കാലവും ചരിത്രവും വിശദീകരിക്കുന്നത് എന്ന് കാണാം. അതിനൊരു പുൽക്കൊടിയോ ഒരു പുൽച്ചാടിയോ അതുമല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രജ്ഞയുടെ നേരിയ കണിക സമ്മാനിക്കപ്പെട്ട അതിനിസ്സാരമായ വസ്തുവോ ഒഴിവാക്കപ്പെടുകയോ പാർശ്വവൽകൃതമാവുകയോ ചെയ്യുന്നില്ല. ഇത് തന്നെയായിരുന്നു ചട്ടമ്പി സ്വാമികളുടെയും സമഭാവന സിദ്ധാന്തം. ലിംഗസമത്വം എന്ന പ്രയോഗം പോലും അപരിചിതമായിരുന്ന ഒരു കാലത്ത് സ്വതവേ ദുർബലരായ സ്ത്രീകൾക്ക് പൊതുജീവിതത്തിൽ പ്രസക്തമായ പ്രാതിനിധ്യം നൽകാൻ പടപ്പുറപ്പാട് നടത്തിയ ഒരു നവോത്ഥാന നായകൻ കൂടിയായിരുന്നു സ്വാമികൾ. അകത്തളങ്ങളിൽ അടിഞ്ഞുകൂടി അടയാളപ്പെടാതെ പോകേണ്ടുന്ന ജന്മങ്ങളല്ല സ്ത്രീകളുടേത് എന്ന് അടിയുറച്ച് വിശ്വസിക്കുകയും അത്തരം അകത്തളങ്ങളെ യാതൊരു ദയാദാക്ഷിണ്യവും കാണിക്കാതെ പൊളിച്ചടുക്കുകയും ചെയ്യുന്ന നിരവധി മുഹൂർത്തങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതയാത്രകൾക്കിടയിൽ ഇടയ്ക്കിടെ പ്രത്യക്ഷപ്പെടുന്നതായി കാണാം. നായർ സമുദായത്തിൽപ്പെട്ടവർ ജാതിയിൽ താഴെ എന്ന് ഗണിക്കപ്പെട്ടിരുന്ന ഈഴവരുമൊത്ത് ഭക്ഷണം കഴിക്കുന്നത് നിഷിദ്ധമായി കരുതിയിരുന്ന കാലത്ത് യാതൊരു മടിയുമില്ലാതെ അങ്ങനെ ചെയ്തുകൊണ്ട് സമഭാവന പുലർന്നു കാണാൻ ഒരു സാമൂഹ്യ സമരപാത വെട്ടിത്തുറക്ക കൂടി ചെയ്തിട്ടുണ്ട് സ്വാമികൾ. അറിയാതെ ഒരു മണ്ണിരയ്ക്ക് പോറലേറ്റാൽ ദിവസങ്ങളോളം ഉറക്കം നഷ്ടപ്പെടുന്ന സ്വാമികൾ ഒരു അസാധാരണ ഉദാഹരണം തന്നെയാണ്. മലയാളക്കരയിൽ ആത്മീയ സാമൂഹിക പരിസരങ്ങളിൽ ഇതിനോടകം തന്നെ അതിശക്തമായ സ്വാധീനം ചെലുത്തിയിരുന്ന ക്രിസ്തുമതത്തെക്കുറിച്ചും ഇസ്ലാമിനെക്കുറിച്ചും ചട്ടമ്പി സ്വാമികൾ അഗാധമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. സമഭാവനയുടെ കടയ്ക്കൽ കത്തിവെക്കുന്നു എന്ന അപവാദ ആരോപണം വേണ്ടുവോളം സമ്പാദിച്ചു കഴിഞ്ഞ ഇവയടക്കമുള്ള സെമിറ്റിക് മതദർശനങ്ങളെക്കുറിച്ച് സ്വാമികൾ നടത്തുന്ന നിരീക്ഷണങ്ങൾ ശാസ്ത്രീയവും അടിയുറച്ച തെളിവുകൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ടതുമാണ്. തമിഴ് ഭാഷ പഠിക്കാനും അതിലൂടെ തമിഴിൽ വിരചിതമായ മഹത്തായ രചനകളുടെ തേനൂറുന്ന പാഠങ്ങളെ സ്വാംശീകരിക്കാനും അദ്ദേഹം വർഷങ്ങളോളം തമിഴ്നാട്ടിൽ താമസിച്ചു. അവിടെ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് വരുന്നതിനിടയിൽ മരുത്വാമലയിൽ വെച്ച് തപസ്സിരുന്ന കാലത്ത് ഒരു മുസ്ലിം മതപണ്ഡിതനെ പരിചയപ്പെടുന്നിടത്താണ് സ്വാമികളുടെ ഇസ്ലാമിക പരിചയം ആരംഭിക്കുന്നത്. പ്രസ്തുത പണ്ഡിതൻ ഒരു തങ്ങൾ അഥവാ പ്രവാചകന്റെ സന്തതി പരമ്പരയിൽപ്പെട്ട വിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നുവെന്നും അതല്ല സൂഫി വിഭാഗത്തിൽപ്പെട്ട ഒരു സഞ്ചാരി ആയിരുന്നു എന്നുമുള്ള ഭിന്ന അഭിപ്രായങ്ങൾ ഉണ്ട്. ഏതായിരുന്നാലും അറബിയെ അനറബിയേക്കാൾ ജന്മം കൊണ്ട് മഹാനാക്കാനാവില്ല എന്നും അതിൻ്റെ അടിസ്ഥാന യോഗ്യത ദൈവഭക്തി മാത്രമാണെന്നും പ്രഖ്യാപിച്ച അശരണരെയും അഗതികളെയും അനാഥരെയും ഒരുപോലെ ചേർത്ത് പിടിച്ച മരുഭൂമിയിലെ മന്ദമാരുതനായ മുഹമ്മദ് നബി തിരുമേനിയുടെ ആത്മീയ ദർശനങ്ങളിൽ സ്വാമികൾ ആകർഷിതനായി. ആധ്യാത്മികതയിൽ ചാലിച്ച വർഗരഹിത സമൂഹം ചട്ടമ്പി സ്വാമികളുടെ സ്വപ്നങ്ങളിൽ ഒന്നായിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ രചനകളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ബോധ്യമാകും. ക്രിസ്തുമത ആശയങ്ങൾ ആഴത്തിൽ പഠിക്കുകയും അതിനെക്കുറിച്ച് നല്ല രീതിയിൽ ആശയസംവാദം നടത്തുകയും ചെയ്തിട്ടുണ്ട് സ്വാമികൾ.
ക്രിസ്തുമത നിരൂപണം എന്ന പേരിൽ മികച്ച ഒരു ഗ്രന്ഥം അദ്ദേഹം നമ്മുടെ വായനക്കളരിക്ക് സമ്മാനിച്ചിട്ടുമുണ്ട്. ക്രിസ്ത്യൻ വിശ്വാസങ്ങളെ പൂർണ്ണമായും ആശ്ലേഷിക്കുമ്പോഴും പ്രസ്തുത മതത്തിൻ്റെ പേരിൽ മിഷണറിമാർ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്ന മതപരിവർത്തനങ്ങളെ സ്വാമികൾ നിശിതമായി വിമർശിക്കുന്നത് കാണാം. ഓരോ മതവും ഓരോ വഴികളാണെന്നും അവയെല്ലാം ഒരേ ലക്ഷ്യസ്ഥാനത്തേക്ക് നമ്മെ നയിക്കുന്നു എന്നുമുള്ള ഉദാത്തമായ സന്ദേശം അദ്ദേഹം ആവർത്തിച്ച് സമർത്ഥിക്കുന്നു. സമഭാവനയ്ക്ക് ഒരാളിൽ നിന്നും ഇതിൽ പരം വേറെ എന്ത് പ്രഖ്യാപനമാണ് ലോകത്തിന് ശ്രവിക്കാനായിട്ടുള്ളത്? അദ്വൈത ചിന്താപദ്ധതി എന്ന കൃതി ലോകം ആവശ്യപ്പെടുന്ന അനിവാര്യമായ സമത്വഭാവനയെ ചാരുതയാർന്ന രീതിയിൽ പ്രതിപാദിക്കുന്ന മറ്റൊരു മഹദ് രചനയാണ്. 1882 ചട്ടമ്പി സ്വാമികൾ ആദ്യമായി ശ്രീനാരായണ ഗുരുദേവനെ കാണുന്നത്. പിന്നീട് ജീവിതാവസാനം വരെ നീണ്ടുനിന്ന, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇഴപിരിയാനാവാത്ത ഗുരുശിഷ്യബന്ധം രണ്ടുപേരുടെയും ജീവിതത്തെ പരസ്പരം ഏറെ സ്വാധീനിച്ചു. ഇരുവരുടെയും പ്രവർത്തന മണ്ഡലങ്ങളിലും മുഴച്ചു നിന്നത് സൃഷ്ടിസമത്വം, ഉച്ചനീചത്വ വിഭാടനം എന്നീ ഒരേ കണ്ണികളാണ്. തമിഴ്, സംസ്കൃതം തുടങ്ങിയ ഭാഷകളിലുള്ള അവഗാഹം, സിദ്ധവൈദ്യത്തിലുള്ള അറിവ്, സംഗീതത്തിലും ആയോധന കലയിലുമുള്ള പാണ്ഡിത്യം എന്നിങ്ങനെ ഒരു മനുഷ്യജന്മം കൊണ്ട് ഒരാൾക്ക് എത്തിപ്പിടിക്കാനാവാത്ത അത്രയും കാര്യങ്ങൾ സ്വാംശീകരിച്ച ഒരു മഹാമനീഷിക്ക് എങ്ങനെ ഏകപ്രത്യയശാസ്ത്ര തടവറയിൽ കഴിയാൻ സാധിക്കും? പൗരോഹിത്യ നിബദ്ധമായ മതപരതയെ എത്ര മനോഹരമായാണ് സ്വാമികൾ പൊളിച്ചെടുക്കുന്നത് എന്ന് അന്താളിപ്പോടുകൂടി മാത്രം തൊട്ടറിയാൻ കഴിഞ്ഞത് കേരളത്തിലെ നാടുവാശാനും കൊൽക്കത്തയിലെ നരേന്ദ്രനാഥും അറേബ്യൻ വന്യതയിലെ അൽ അമീനും ചട്ടമ്പി സ്വാമികളോടൊപ്പം സമീപസ്ഥരായപ്പോഴാണ്. സഞ്ചാരങ്ങൾക്കിടയിൽ അതിഥിയായി ക്ഷണിക്കപ്പെട്ടിരുന്ന സ്വാമികൾ തൻ്റെ ആഢ്യത്വം കാണിക്കാൻ ശ്രമിച്ച ഒരു ഉന്നത ഉദ്യോഗസ്ഥനായ ആതിഥേയനെ ഉൾക്കാഴ്ചയുള്ളവനാക്കി മാറ്റുന്ന സംഭവം പലയിടത്തും വിവരിക്കപ്പെടുന്നുണ്ട്. അല്പം അഴിമതിയും സ്വല്പം സ്വജനപക്ഷപാതവും ഔദ്യോഗിക ജീവിതത്തിൽ പുലർത്തിയിരുന്ന പ്രസ്തുത ആതിഥേയൻ്റെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് സ്വാമികൾ ഒരു നിർദ്ദേശം വെച്ചു. ഭക്ഷണത്തിന് തന്നെ കൂടാതെ മറ്റു ചിലരും കൂടി സംബന്ധിക്കുമെന്ന്. അത് സമൂഹത്തിലെ ഉയർന്ന നിലവാരത്തിലുള്ളവരായിരിക്കണം എന്ന നിബന്ധന വെച്ചു ആതിഥേയൻ. സ്വാമികൾ ക്ഷണിക്കപ്പെട്ട സമയത്ത് ഒറ്റയ്ക്കെത്തി. ഇലയിട്ട് ഭക്ഷണം വിളമ്പിക്കോളൂ, അവർക്ക് എപ്പോഴെത്തും എന്ന മട്ടിൽ അറിയിപ്പ് നൽകി. ഭക്ഷണം കഴിക്കാനിരുന്ന സ്വാമികളെ അനുഗമിച്ച് കുറെ തെരുവ് പട്ടികൾ വന്നെത്തിയെന്നും അവ ഇലകളിൽ വിളമ്പിയ ഭക്ഷണം കഴിച്ചുവെന്നും അത്ഭുത പരതന്ത്രനായ ആതിഥേയനോട് ഈ പട്ടികളൊക്കെ കഴിഞ്ഞ ജന്മത്തിൽ അഴിമതി കാണിച്ച് മിടുക്കരായിരുന്ന ഉന്നത ഉദ്യോഗസ്ഥരാണെന്നും പറഞ്ഞാണ് സംഭവം അവസാനിക്കുന്നത്. തെരുവ് പട്ടികളെപ്പോലും പർണശാലയിൽ പ്രവേശിപ്പിക്കാനും അവറ്റകളോടൊന്നിച്ച് അന്നം ഭുജിക്കുവാനും സമത്വഭാവനയുടെ സന്ദേശം ആതിഥേയനിൽ എത്തിക്കുന്നതോടൊപ്പം തന്നെ കർമ്മജീവിതത്തിലെ പാപക്കറയെക്കുറിച്ച് ഓർമ്മിപ്പിക്കാനും വേണ്ടിയാണ് സ്വാമികൾ ഇത്തരമൊരു ഉദ്യമത്തിന് മുതിർന്നത്. ഏറ്റുമാനൂർ അമ്പലത്തിൽ ഒരു പ്രശസ്തനായ തന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്ന ശ്രീഭൂത ബലിക്കിടെ തിമില എന്ന സംഗീതോപകരണം വായിച്ചിരുന്ന കലാകാരൻ്റെ പ്രകടനം മോശമായപ്പോൾ അയാളിൽ നിന്നും അത് വാങ്ങി വായിച്ച് വെറുമൊരു സാധാരണക്കാരനെ പോലെ പരികർമ്മി ഭാഗം നിർവഹിച്ചതും മനുഷ്യജന്മങ്ങളുടെ ഉച്ചനീചത്വങ്ങളെക്കുറിച്ചുള്ള അവബോധങ്ങളിൽ ഉടച്ചുവാർക്കലുകൾ അനിവാര്യമാണെന്ന് തുറന്നു പറയാൻ മാത്രമായിരുന്നു. അറിവ് ദൈവദത്തമാണ് എന്ന താത്വികതയെ താലോലിച്ചിരുന്നൊരു സുവർണ കാലഘട്ടത്തിൻ്റെ ഗൃഹാതുരത്വത്തിൽ നിന്നുകൊണ്ടാണ് അറിവിനിടയിൽ ഫാഷിസ്റ്റ് ചിന്തകൾ എന്ന ഭീകരതയെ അടിച്ചേൽപ്പിക്കുന്ന കെട്ടകാലത്തിൻ്റെ സമകാലികനതയിലേക്ക് നാം ഗതിമാറ്റം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഗുരു എന്നാൽ ഗു അഥവാ ഇരുട്ട്, അതിനെ രോധിക്കുന്നവൻ, അകറ്റുന്നവൻ എന്നതായിരുന്നു ഈ സാംസ്കാരികതയുടെ ആദിമ ശബ്ദങ്ങളൊക്കെയും. മതനിരപേക്ഷത എന്നും ഉയർത്തിപ്പിടിക്കാനും അതൊരു ഉദാത്ത മാതൃകയായി പരിണമിപ്പിക്കാനും ഈ കൊച്ചു സംസ്ഥാനത്തിന് ഇപ്പോഴും സാധിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും അവകാശപ്പെടാൻ അർഹതയുള്ളത് നവോത്ഥാന വിളക്കുകൾ കൊളുത്തിവെച്ച ചട്ടമ്പി സ്വാമികളെപ്പോലുള്ളവർക്ക് മാത്രമാണ്. സ്വാമികൾ സ്വജീവിതത്തിൽ ആദ്യമായി പ്രണവമന്ത്രം കൈവശപ്പെടുത്തിയത് ഒരു യാചകനിൽ നിന്നുമാണ്. അടിമ ഉടമ ദ്വന്ദ്വങ്ങളിൽ വിലയിക്കപ്പെട്ട സാമൂഹ്യ വ്യവസ്ഥിതിയെ വിചാരണയ്ക്ക് വിധേയമാക്കാനും അതിലൂടെ ഒന്ന് മറ്റൊന്നിനുമേൽ മേന്മ നേടുന്നില്ല എന്ന ദാർശനികതയെ പ്രതിഷ്ഠിച്ചു നിർത്താനുമായിരിക്കും ഇത്തരം യാദൃശ്ചികതകൾ കൊണ്ട് ചരിത്ര പുരുഷന്മാരുടെ ജീവിതത്തിലുടനീളം സംഭവിപ്പിക്കുന്നത്. മോക്ഷലബ്ധിയാണ് ഏതൊരു മതത്തിൻ്റെയും ആത്യന്തിക ലക്ഷ്യമെന്ന് സ്വാമികൾ തിരിച്ചറിയുന്നുണ്ട്. അദ്ദേഹം അതിനെ ഏറ്റവും ലളിതമായ ഭാഷയിൽ സന്തോഷം എന്ന പേരിട്ട് വിളിക്കുന്നു.
നിരവധി മലയിടുക്കുകളിലൂടെ ഒഴുകിയെത്തി വ്യത്യസ്ത പ്രദേശങ്ങൾക്ക് കുളിര് സമ്മാനിച്ച് തങ്ങളെ കാത്തിരിക്കുന്ന സമുദ്രപക്ഷത്തേക്ക് ഓടിക്കിതച്ചുകൊണ്ടെത്തിച്ചേരുന്ന പുഴകളോടാണ് മനുഷ്യജീവിതത്തിൻ്റെ ആധ്യാത്മികതയെ സ്വാമികൾ ഉപമിക്കുന്നത്. എല്ലാ മതസംഹിതകളും ഈ പുഴകളെ പോലെയാണ്. അതിൻ്റെ ഉത്ഭവങ്ങളിലും ഒടുങ്ങലുകളിലും ഏകഭാവം മാത്രമേയുള്ളൂ. ഒഴുക്കിൻ്റെ ശക്തിക്കും ഗതിവിഗതികൾക്കും മാത്രമേ വ്യതിരിക്തതയുള്ളൂ എന്ന് സാരം. അതിൻ്റെ ആവശ്യകതയാണ് ആ മനോഹാരിതയും എന്ന് സ്വാമികൾ പറയുമ്പോൾ അത് അദ്ദേഹത്തെ സമഭാവനയുടെ അഗ്രഗണ്യരായ പ്രവാചകന്മാരിൽ ഒരാളായി തന്നെ പ്രതിഷ്ഠിക്കുന്നു. സ്വന്തമായൊരു പാർപ്പിടമോ സമൂഹത്തിൻ്റെ ഉന്നത ശ്രേണിയിലുള്ള നിരവധി സുഹൃത്തുക്കളുടെ അലങ്കാര അഹങ്കാരമോ ഒന്നുമില്ലാതെ ലോകം മുഴുവൻ തറവാടായി കരുതിപ്പോരുകയും സമസ്ത ജീവജാലങ്ങളെയും ഏകോദര സോദരരായി പരിഗണിക്കണം എന്ന് നിരന്തരം ആഹ്വാനം ചെയ്യുകയും ചെയ്ത് മാതൃകാ ജീവിതം ജീവിച്ച് കാണിക്കുകയും ചെയ്ത ഒരു അതുല്യ ഋഷിവര്യനാണ് വിദ്യാധിരാജ ചട്ടമ്പി സ്വാമി.